2016 ഒരു റോഡ് ആക്സിഡൻറ്റിനെ തുടർന്ന് ഞാൻ വീൽ ചെയറിലായത്. ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നു. ഞാൻ ബൈക്കിൻ്റെ പിന്നിലായിരുന്നു. അപ്പോൾ ഹമ്പിൻ്റെ മുകളിൽ ബൈക്ക് സ്കിഡായിട്ട് ഞാൻ തെറിച്ച് വീഴുകയാണ് ചെയ്തത്. ആക്സിഡൻറ്റ് തുടർന്ന് എനിക്ക് ഹെഡ് ഇഞ്ചുറി ഉണ്ടായിരുന്നു, പിന്നെ സ്പൈനൽ കോഡ് ഇഞ്ചുറി. ഹെഡ് ഇഞ്ചുറി ഉണ്ടായിട്ട് എനിക്ക് മെമ്മറി ലോസ് ഉണ്ടായിരുന്നു. അപ്പം പിന്നെ എനിക്കൊരു 2 years എനിക്കൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല. തേർഡ് ഇയറിൽ എൻ്റെ റൂംമേറ്റ് വിളിച്ച് പറഞ്ഞു, ഓക്കെ തേർഡ് ഇയർ എക്സാം പാസ്സായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ചു, ഓക്കെ ഡെൻ്റൽ, ഓക്കെ എത്ര ടൂത്ത് ഉണ്ടെന്ന് പോലും അപ്പോൾ എനിക്കറിയില്ല. 32 എന്നുള്ള നമ്പർ പോലും അപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഓക്കെ ഇനി ഞാൻ എങ്ങനെ BDS ഞാൻ കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയറിൽ സെക്കൻഡ് ഇയറിൽ ബുക്സ് എല്ലാം കളക്ട് ചെയ്തു. എന്നിട്ട് അതൊരു 1 year കൊണ്ട് ഞാൻ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഞാൻ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തു. അതിന് ശേഷം ഞാൻ പോയിട്ട് ഫൈനൽ ഇയർ കംപ്ലീറ്റ് ചെയ്തു. അതിന് ശേഷം ഞാൻ ഇൻറ്റേൺഷിപ്പ് എല്ലാം ചെയ്തു, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഏത് നിമിഷത്തിലാണ് സിവിൽ സർവീസ് എന്നുള്ള ആ ഒരു സ്വപ്നം മനസ്സിലേക്ക് എത്തുന്നത്? സിവിൽ സർവീസ് ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വന്നത് 2020 അപ്പോൾ ഇവിടെ ഒരു പാൻഡമിക് ടൈമായിരുന്നു, കോവിഡ് ടൈം. അങ്ങനെയാണ് ഞാൻ സിവിൽ സർവീസ് എന്നൊരു ജേണിയിലേക്ക് ഞാൻ കിടക്കുന്നത്.